അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഓഫീസിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ നാളെ ഇൻ്റർനാഷണൽ മെൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓഫീസിൽ നവംബർ 18 വർക്കിംഗ് ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, വർക്കിംഗ് അവേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആഘോഷ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ബലൂണൊക്കെ വീർപ്പിക്കണു, കെട്ടണു, തൂക്കണു. കാരണം നാളെ നവംബർ 19 ഇൻ്റർനാഷണൽ മെൻസ് ഡേ അതിഗംഭീരമായിട്ട്, ആദ്യമായിട്ടാണ് ആഘോഷിക്കണമെങ്കിലും അതിഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് നമുക്കൊരാഗ്രഹം. അപ്പോൾ നമ്മളിതേ ബലൂണൊക്കെ നീല കളറായിട്ടോ, നാളെ എല്ലാവരോടും നീല കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണം എന്നാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് നീല കളറിലുള്ള കേക്കൊക്കെ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ആ ഓർഡർ ചെയ്ത കേക്കിൽ നമ്മൾ ഹാപ്പി മെൻസ് ഡേ ഫോർ അവർ ഹീറോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ദേ റോസാപ്പൂവൊക്കെ റെഡിയാണ്. ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. നമ്മുടെ രാഖിക്കുട്ടി എല്ലാവരെയും ഡോറ് തുറന്ന് അകത്തേക്കൊക്കെ കയറ്റുന്നുണ്ട്. ഇതിപ്പോൾ രാവിലെ ഏകദേശം സമയം 8:45 ആവുന്നേ ഉള്ളൂ. ഒരു 8:50 അല്ല, ഒരു 9 മണിയോട് കൂടി എന്തായാലും നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി അക്ഷമയോടെ അവരുടെ പുരുഷ സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സുന്ദരി കുട്ടികളാണ് ഇവർ. അപ്പോൾ ആദ്യം ഇവരെല്ലാവരും അകത്ത് കയറിയെങ്കിലും നമ്മൾ മെൻസിനെ എല്ലാവരെയും പുറത്തേക്ക് ആക്കിയിട്ട് അവരെ പൂവും ഒരു ചോക്ലേറ്റും ഡയറി മിൽക്കൊക്കെ കൊടുത്ത് ഓരോരുത്തരെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കയറ്റുകയാണ്. അവരുടെയൊക്കെ മുഖത്ത് സന്തോഷം കണ്ടോ. ആദ്യമായിട്ടാണ് എല്ലാവരും മെൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഞാനും അതേ കേട്ടോ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു മെൻസ് ഡേ സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം വിമൻസ് ഡേ ഒക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മെൻസ് ഡേ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെയെങ്കിലും ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഡേ മാത്രം ആഘോഷിച്ചാൽ മതിയോ, ഞങ്ങളുടെ ഡേയും ആഘോഷിക്കേണ്ടേന്ന്. അന്ന് ഇവരോട് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഡേ ആഘോഷിച്ചതിനേക്കാളും അതിഗംഭീരമായിട്ട് നിങ്ങളുടെ ഡേ ആഘോഷിക്കുന്നതേ കണ്ടില്ലേ. സുന്ദരിമണികൾ സുന്ദരക്കെട്ടവന്മാർക്ക് റോസാപ്പൂവും ഡയറി മിൽക്കും ഒക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുന്നു. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. പൂവ് നമുക്ക് ലേറ്റായിട്ടാട്ടോ ഇന്നലെ വൈകുന്നേരം കിട്ടിയത്. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് വെക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് പൂ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് സൂക്ഷിക്കണം, കയ്യിൽ മുള്ളു കൊള്ളുന്ന. പിന്നെ റോസാപ്പൂവല്ലേ, നല്ലൊരു ദിവസമല്ലേ, സുന്ദരിമണികൾ തന്നതല്ലേ. സുന്ദരക്കൊട്ടുപ്പന്മാരുടെ കൈയൊന്ന് മുറിഞ്ഞു എന്ന് വെച്ചിട്ടും ഒരു മുള്ളു കൊണ്ടുവന്ന് വെച്ചിട്ടും അവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. പിന്നെ അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. വൈകി വന്ന വസന്ത മോൻ വൈകിയാണ് വന്നതെങ്കിലും അവൻ അതിൻ്റെ ഒരു ജാളതയും ഇല്ലായിരുന്നു. പിന്നെ ചെറിയൊരു മീറ്റിംഗ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇതിന് ശേഷം. അതിൽ നമ്മുടെ ഡയറക്ടർ സാറും ഫിനാൻസ് മാനേജറും ബാക്കി എല്ലാവരും നമ്മൾ വിഷസൊക്കെ പറഞ്ഞു, അവരതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അവരുടെ എക്സ്പീരിയൻസും എന്താണ് ആ ദിനത്തിൻ്റെ പ്രാധാന്യം എന്നൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മളിതൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരുന്നു. നമുക്കപ്പോൾ ഒരു കേക്ക് കട്ടിങ് സെറിമണി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കേക്ക് ഞാൻ ആദ്യം കാണിച്ചുല്ലോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്തിരുന്നത് ബെസ്റ്റ് ബേക്കറിയിലാണ്. അവർ നല്ല അടിപൊളി കേക്കാണ്. നമ്മൾ ബ്ലൂ വൈറ്റ് കളർ കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഭംഗിയായിട്ട് അവർ കേക്കൊക്കെ ചെയ്ത് തന്നായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമ്മൾ ഓരോരുത്തരെയൊക്കെ സെലക്ട് ചെയ്ത് ഒരു 5-8 പേരെ കൊണ്ടാണ് കേക്ക് കട്ടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗിഫ്റ്റ്, ഓരോരുത്തർക്കും കൊടുത്ത ഗിഫ്റ്റ് നമ്മളുടെ ഡയറക്ടർ സാർ അൺബോക്സ് ചെയ്യാണ്. നമ്മുടെ കമ്പനിയുടെ എംബ്ലോക്ക് വെച്ചിട്ടും ഇൻ്റർനാഷണൽ മെൻസ് ഡേയുടെ ഒരു മീശക്കാരൻ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്ന എംബ്ലോക്ക് വെച്ചിട്ടൊക്കെ നമ്മളൊരു അടിപൊളി മഗ്ഗാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നത്. ഗിഫ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു. മഗ്ഗ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേ വൈകി വന്ന വസന്തങ്ങൾക്ക് നമുക്ക് പൂവ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവർക്കും പൂവൊക്കെ കൊടുത്തു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവസാനം നമ്മളിതേ ഫോട്ടോഷൂട്ടും നടത്തി. അപ്പോൾ ബായ് ഇത്രയേ ഉള്ളൂ.